തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് ആൾ വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ. ഇന്നിപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യാനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയാനും ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം അതുപോലത്തെ സിനിമകൾ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കുറയുവാണോ കൂടുതലാണോ, അത് ചെയ്യാനുള്ള മടിയാണോ? എല്ലാ കാലത്തും ഇത് നമ്മളെ ബോദർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെ ബോദർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ്ജ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ട്രിവാൻഡ്രം ലോഡ്ജോ ഈവൻ കാലിഫോർണിയ ചെയ്യാൻ പറ്റില്ല. കാലിഫോർണിയ നമുക്കൊരു ഈ പറയുന്ന ഒരു ഫൺ ട്രാക്കൊക്കെ ആണെങ്കിലും അത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട ചോദ്യം. അണ്ണ, ബുദ്ധൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്. ആക്ച്വലി ആ ചോദ്യത്തിന് വേറെ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലോസഫിക്കൽ മാനങ്ങളുണ്ട് അല്ലേ? കാരണം നമ്മൾ ഈ മതം എന്ന് പറയുന്നതും, മതമുണ്ടായിട്ട് 2000 വർഷങ്ങളോ 3000 വർഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് 10 ലക്ഷം വർഷം ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ദൈവത്തെ പോലും കണ്ടുപിടിക്കാതെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ. അപ്പോൾ ഈവൻ പരസ്പരം ഒരു ടെററിസ്റ്റാണ്. അപ്പം ആ എന്താണ് മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, അതായത് വളരെ വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന വളരെ പ്രൈമറി കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ വിവരക്കേടുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് ആ പടം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തത്. സോ അന്ന് എനിക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആ ഡയലോഗ് മൈറ്റ് ബി എ ബ്ലാസ്ഫമി, ഇറ്റ് ക്യാൻ ബി ഒരു മതനിന്ദയായിട്ട് പോലും ഡബ് ചെയ്യപ്പെടാം. അത് ആ ഒരർത്ഥത്തിൽ കറക്റ്റാണ്. നമ്മൾ ഭയങ്കര കൺഫൈൻഡായി, ഓരോ കാര്യങ്ങളും ഒരു സിനിമയുടെ പേര് പോലും ഇടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയെത്തി. നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അർത്ഥത്തിൽ. അത് സത്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് അങ്ങനെ ഒരു പല ഇപ്പം ബ്യൂട്ടിഫുൾ ആ സമയത്ത് കുറേ അങ്ങനത്തെ സിനിമകൾ, ബ്യൂട്ടിഫുള്ളും ട്രിവാൻഡ്രം ലോഡ്ജും കാലിഫോർണിയയും പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ സിനിമ ട്രാഫിക് എന്ന് പറഞ്ഞ പടം, അല്ലെങ്കിൽ ആഷിഖിൻ്റെ പടം സോൾട്ട് ആൻഡ് പെപ്പർ, ഇതൊക്കെ ഓരോ അതിൻ്റെ പല ഗണത്തിലും വളരെ, ഈവൻ അരുണിൻ്റെ മുരളി എഴുതിയ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരുപാട് സിനിമകൾ. അത് ഒരു ദാറ്റ്സ് എ സൈക്കിൾ. അതൊരു 10 years കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ദർ വാസ് ദിലീഷ്, ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ വരുന്നു. സോ ആ സൈക്കിൾ ദാറ്റ് കണ്ടിന്യൂസ്. അതിപ്പോൾ ഓരോരുത്തർ അതിനകത്താവുന്നു, ഞാനതിനകത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നൈരന്തര്യമാണ്. ദാറ്റ് ഗോ ഓൺ. പക്ഷെ ഞാനും ചോദിച്ചോണ്ട് അടുത്ത് കാലിഫോർണിയക്ക് ഒരു സെക്കൻഡ് പാർട്ട് നന്നായിട്ട് ഓടും. കാര്യം ഒരു ആട് 2, 3 ഒക്കെ ജനം പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷയുണ്ട്. കാര്യം അത്ര ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയിൽ. ആ ഒരു തരം സിനിമ എന്ന് പറയുന്നത്, ഇപ്പം കാലിഫോർണിയ കഴിഞ്ഞിട്ടാണ് ആട് വരുന്നത്. അപ്പോൾ ആട് അന്ന് തിയേറ്ററിൽ പോയില്ല, പക്ഷെ ആട് 2 ബിക്കേം ബിഗ് ഹിറ്റ്. കാരണം ആ ഒരു സ്റ്റൈലിംഗ് ഒരു റിയൽ കമേഴ്സ്യൽ സിനിമയുടെ സ്റ്റൈലിംഗ് ആണ്. നമുക്കൊരു പല പാരലൽ ട്രാക്കുകളെയും വെച്ചിട്ട് ലാസ്റ്റ് ഇത് കൊണ്ടുപോയി അതിനെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാലിഫോർണിയയിൽ 10ഓളം ട്രാക്കുകളുണ്ടായിരുന്നു, പല പല ക്യാരക്ടേഴ്സിന്. ഇതെല്ലാം കൊണ്ടുവച്ചൊരു ക്ലൈമാക്സ് കൊണ്ടുവച്ച്, അതായിരുന്നു അതിലെ ഫൺ, അതിലെ രസം അതായിരുന്നു എഴുത്തിൽ. അനുവേട്ട അതുപോലെ ഇപ്പം ലാലേട്ടനുമായിട്ട് ചെയ്യാനിരിക്കുന്ന പടം, ഇപ്പം ലാലേട്ടൻ തന്മൂർത്തിയുടെ പടത്തിനായിട്ട് ഇപ്പം മീശയൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താടിയൊക്കെ എടുത്തത്. അപ്പം ചേട്ടൻ്റെ സിനിമയിൽ എങ്ങനെയായിരിക്കും ലാലേട്ടൻ? ഇല്ല, അതിനെക്കുറിച്ച് വളരെ ഏർലിയാണ് അതിനെങ്ങനെയായിരിക്കും എന്ന് പറയാൻ. അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അതിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രൊഡക്ഷൻ അത് വർക്കായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് നിലനിൽപ്പുണ്ട്. അത് കൂടുതലും എൻ്റെ ശാഠ്യമാണ്. അപ്പോൾ ആ ശാഠ്യം ആ പടത്തിൻ്റെ നല്ലതിനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് ആൾ വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ സംഭവിക്കുള്ളൂ. ലെറ്റ് ടേക്ക് ടൈം. ഇത് ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്, എനിക്കും തൽക്കാലം ഉരുണ്ടു പോകാനുള്ള സിനിമകളുണ്ട്. ഒരു സൈഡിൽ കൂടെ ഞാനും പോകും. അപ്പോൾ ഏറ്റവും ഹാപ്പി ആവുന്ന, ഞങ്ങൾക്ക് 2 പേർക്കും അല്ലെങ്കിൽ ആ ഹോൾ പ്രൊഡക്ഷനും ഹാപ്പി ആവുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ. ഈ വർഷം ചിലപ്പോൾ നടക്കാം, അടുത്ത വർഷമായിരിക്കാം. ലെറ്റ് ഇറ്റ് ഹാപ്പൻ അറ്റ് ദാറ്റ് ടൈം വെൻ എവറിത്തിങ് ഇസ് എന്താ പറയുക, റോസി ആൻഡ് ഹാപ്പി.